പാട്ടിന്റെ നാട്ടുവഴി, പാട്ടിന്റെ നാട്ടുവഴി, പാട്ടിന്റെ നാട്ടുവഴി. നാടിൻ വിശേഷങ്ങൾ നേരിട്ടറിയാം, നാലഞ്ച് പാട്ട് കേൾക്കാം. ഈ പാട്ടിന്റെ നാട്ടുവഴി, പാട്ടിന്റെ നാട്ടുവഴി. അങ്ങനെ പാട്ടിന്റെ നാട്ടുവഴിയിൽ ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് എറണാകുളം ജില്ലയിൽ വരാപ്പുഴയോട് ചേർന്ന് കിടക്കുന്ന കൂനമ്മാവ് എന്നൊരു കൊച്ചു ഗ്രാമത്തിലേക്കാണ്. നമുക്കറിയാം, അതായത് ലോകത്തിന്റെ വിവിധ കോണുകളിലേക്ക് ജപമാല നിർമ്മിച്ച് അയക്കുന്ന ഒരു നാട്. സത്യത്തിൽ ഇവിടുത്തെ സ്ത്രീ ശാക്തീകരണത്തിന്റെ അടയാളവും ഏറ്റവും വലിയ പ്രാർത്ഥനയുമാണ് ജപമാല നിർമ്മാണം എന്ന് വേണം പറയാൻ. പിന്നെ ഈ നാടിന്റെ ഒരു കൊടി അടയാളമായിട്ട് നിൽക്കുന്ന ഒരു പള്ളിയാണ് സെയിന്റ് ഫിലോമിനാസ് ചർച്ച്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും പഴക്കം ചെന്നൊരു റോമൻ കാത്തലിക് പള്ളിയാണ്. വിശുദ്ധ ചാവറയച്ചൻ അന്ത്യവിശ്രമം കൊള്ളുന്ന പള്ളി. എല്ലാ വർഷവും ഡിസംബർ 26 മുതൽ വിശുദ്ധ ചാവറയച്ചന്റെ തിരുനാള് വലിയ ആഘോഷമായിട്ടാണ് കൊണ്ടാടുന്നത്. അപ്പോ നമ്മള് പള്ളിയങ്കണത്തിലൊക്കെ കുറച്ച് നടന്നു. അവിടെ ഈ ക്രിസ്മസ് ആഘോഷ തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെതായ ഒരുക്കങ്ങളും ഒക്കെ ആയിട്ട് ആളുകളുണ്ട്. വലിയൊരു വിശാലമായ മുറ്റത്ത് സ്ഥിതി ചെയ്യുന്ന, അതായത് ഹൈവേയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഒരു മനോഹരമായൊരു പള്ളിയാണ്. അപ്പോ പാട്ടിന്റെ നാട്ടുവഴിയിൽ ഇന്ന് നിങ്ങൾക്കൊപ്പമുള്ളത് ഞാൻ ഹസീന. അപ്പൊ എറണാകുളം ജില്ലയിൽ കൂനമ്മാവ് എന്ന കൊച്ചു നാടിന്റെ ചരിത്ര കഥകൾ പറഞ്ഞു തരാനായി ഇപ്പോ നമ്മുടെ കൂടെ ഒരാളുണ്ട്. എഴുത്തുകാരനും സാമൂഹ്യ പ്രവർത്തകനുമൊക്കെയായ തോബിയാസ് തണ്ണിക്കോട്ടാണ് ഇപ്പോ നമ്മുടെ കൂടെയുള്ളത്. കൂനമ്മാവ് എന്ന് പറഞ്ഞ ഈ പേര് തന്നെ വന്നത് ടിപ്പു സുൽത്താന്റെ പടയോട്ട കാലത്ത്, അതായത് ആലങ്ങാട്ടേക്ക് പോകുന്ന അവസരത്തിൽ ഇവിടെ ഒരു മാവ് ഉണ്ടായിരുന്നു. അവിടെ വാള് വെച്ചിട്ട് പുള്ളി വിശ്രമിച്ച ശേഷം ഈ വാളെടുക്കാൻ മറന്നുപോയി. ആലങ്ങാട് ചെന്നപ്പോഴാണ് വാള് മറന്ന കാര്യം മനസ്സിലായത്. അപ്പോൾ ഒരു കൂനുള്ള മാവിന്റെ താഴെയാണ് വിശ്രമിച്ചത്. അവിടെ പോയി വാളെടുക്കാൻ ആവശ്യപ്പെട്ടു. അങ്ങനെയാണ് കൂനമ്മാവ് എന്ന പേര് വന്നത്. അവസാനത്തെ മഹാരാജാവായ ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയുടെ സ്മരണാർത്ഥമാണ് കൂനമ്മാവിലെ പ്രധാന നാൽക്കവലയ്ക്ക് ചിത്തിര കവല എന്ന പേര് വന്നത്. 18-ാം നൂറ്റാണ്ടിന്റെ ആദ്യ ദശകത്തിൽ പൂർത്തിയാക്കിയ വരാപ്പുഴ പറവൂർ സംസ്ഥാന രാജപാതയുടെയും 1808 പണി പൂർത്തിയാക്കിയ കൂനമ്മാവ് ആലങ്ങാട് നാട്ടുപാതകളുടെ സംഗമഭൂമിയാണ് ചിത്തിരാക്കവല. അതുപോലെ തന്നെ മറ്റൊന്ന്, നമ്മുടെ ഇവിടെ ഒരു പ്രമുഖ ക്ഷേത്രമുണ്ട്, കോട്ടൂർലിക്കാവും. ഇത് പുരാതനമായ ഒരു 17-ാം നൂറ്റാണ്ടിലെ പുരാതനപരമായ ക്ഷേത്രമാണ്. ഇവിടെ നടന്നു വരുന്ന ഒരു ആചാരമുണ്ട്. അതായത് ഇവിടെ കുംഭഭരണി നാളിൽ നടക്കുന്ന തൂക്കത്തോടനുബന്ധിച്ച് കേരളത്തിലെ ഒരു ക്ഷേത്രത്തിലും കാണാത്ത ഒരു പൂജയാണ്. കേരളത്തിലൊരു ക്ഷേത്രത്തിലും ഇല്ലാത്ത ഒരു ആചാരമാണ്. അതിനാണ് അവിടുത്തെ ഉത്സവം, കുംഭനാളിൽ നടക്കുന്ന ഉത്സവത്തിൽ ധാരാളം ആളുകൾ അവിടെ എത്തുന്നത് ഇത് ദർശിക്കാൻ വേണ്ടിയാണ്. കാരണം അത് അത്രയ്ക്കും, അത് എന്താണെന്ന് നേരിട്ട് വന്ന് കണ്ടാൽ അത് നമുക്ക് ആ എന്താണ് ആയിരത്തിരി പൂജ, ഓട്ടം എന്നതെല്ലാം മനസ്സിലാക്കാൻ പറ്റില്ല. പിന്നെ വേറൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂനമ്മാവില് ആദ്യകാലങ്ങളിൽ ഈ ആശാം പള്ളിക്കൂടമാണ് ഉണ്ടായിരുന്നത്. കൂനമ്മാവില് വിദ്യാലയങ്ങൾ അപൂർവമാണ്. ആശാം പള്ളിക്കൂടമാണ് പിന്നീട് സ്കൂളുകളായി, സ്കൂള്, ഹൈസ്കൂള്, ഹയർ സെക്കൻഡറി ആയിട്ടായി പരിഗണിച്ചത്. അതുപോലെ തന്നെ വിശുദ്ധ ചാവറ കിരിയാക്കോസ് ഏരിയാസിന് തന്റെ ജീവിതത്തിന്റെ അവസാന കാലഘട്ടത്തിൽ ചിലവഴിച്ച് മരണമടഞ്ഞ് പൂജ്യശരീരം അടക്കം ചെയ്തത് ഇവിടുത്തെ കൂനമ്മാവ് സെന്റ് ഫിലോമിനാസ് ദേവാലയത്തിലാണ്. കൂനമ്മാവ് തിരുവിതാംകൂർ നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളിൽ പ്രധാനമായ അണ്ടനാട്ട് കുമാരൻ വൈദ്യൻ കേരളത്തിലെ പ്രസിദ്ധനായ മാനസിക രോഗികളുടെ ചികിത്സകനായിരുന്നു. കുമാരൻ വൈദ്യൻ അദ്ദേഹത്തിന്റെ സഹോദരൻ ഡോക്ടർ E.K. മാധവൻ തിരുപ്പച്ചി നിയമസഭയിൽ ആരോഗ്യമന്ത്രിയായിരിക്കുമ്പോഴാണ് 1952 കൂനമ്മാവിൽ ആദ്യമായി ഒരു സർക്കാർ ആശുപത്രി പ്രവർത്തനം ആരംഭിച്ചത്. തിരുപ്പച്ചി നിയമസഭാംഗമെന്ന നിലയിൽ ജന്മനാരായ കൂനമ്മാവിന് വേണ്ടി നിഷ്ഠലമായി സേവനമനുഷ്ഠിച്ച അലക്സാണ്ടർ വാര്യൽ മാസ്റ്ററും, അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യത്തെ അച്ചുകൂടം, അതായത് ദിനപത്രം പുറത്തിറങ്ങിയത് കൂനമ്മാവിൽ നിന്നാണ്. ആദ്യ ദിനപത്രം സത്യനാഥ കാഹളം, അമലോത്ഭ മാതാ പ്രസ് എന്ന പേരിലാണ് ആ പ്രസ് അറിയപ്പെട്ടിരുന്നത്. പിന്നീട് ഈ പ്രസ് എറണാകുളത്തേക്ക് മാറ്റി. അതാണ് പിന്നീട് IS പ്രസ്സായി പരിണമിച്ചത്.
1991 കൂനമ്മാവിലെ വൈദിക മന്ദിരത്തിൽ സ്ഥാപിതമായ ഇംഗ്ലീഷ് മീഡിയം സ്കൂള് പിന്നീട് എറണാകുളത്തേക്ക് സൗകര്യാർത്ഥം മാറ്റി സ്ഥാപിച്ചു. അതാണ് ഇന്നത്തെ സെന്റ് ആൽബർട്ട്സ് ഹൈസ്കൂൾ. ആദ്യകാലങ്ങളിൽ കൂനമ്മാവിലേക്കുള്ള യാത്രാ മാർഗങ്ങൾ, അതായത് വള്ളങ്ങൾ, കാരണം ഈ ഭാഗം ശരിക്കും പറഞ്ഞാൽ പെരിയാറിന്റെ, വരാപ്പുഴയിലെ പെരിയാറിന്റെ ശാഖകൾ കൈവഴികളായി ചെമ്മായം, കൂട്ടുപള്ളി, കത്തപ്പള്ളി പുഴ, ഇത് കൂനമ്മാവിന് ചുറ്റുമായി കടന്നു പോകുന്ന ഒരു ജലഗതാഗത മാർഗമായിരുന്നു. ഇതുവഴിയാണ് പഴയ കാലങ്ങളിൽ, ബസ് സർവീസ് ഇല്ലാത്ത കാലങ്ങളിൽ ഇതുവഴി പോയിരുന്ന ബോട്ടുകളിലും ചങ്ങാടങ്ങളിലും യാത്ര ചെയ്താണ് പ്രധാന ആശയം. പാട്ടിന്റെ നാട്ടുവഴിയിൽ കൂനമ്മാവിന്റെ ചരിത്ര കഥകളാണ് ഇത്ര നേരം നമ്മൾ കേട്ടത്. കൂടുതൽ വിശേഷങ്ങൾ കേൾക്കാം ഒരു പാട്ടിന് ശേഷം. അപ്പോൾ ഇന്ന് പാട്ടിന്റെ നാട്ടുവഴിയിൽ നമ്മൾ ഉള്ളത് ജപമാല നാട് എന്നൊക്കെ അറിയപ്പെടുന്ന, അഥവാ കൊന്തഗ്രാമം എന്നൊക്കെ അറിയപ്പെടുന്ന കൂനമ്മാവിലാണ്. അപ്പോൾ നമ്മള് പള്ളി കണ്ടു, സെയിന്റ് ഫിലോമിനാസ് ചർച്ച്, അതിന്റെ ഒരു ചരിത്ര പ്രാധാന്യമൊക്കെ പറഞ്ഞു തരാനും നാടിന്റെ കൂടുതൽ വിശേഷങ്ങളും ക്രിസ്മസ് വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാൻ നമ്മുടെ കൂടെ ഒരാളുണ്ട്. അദ്ദേഹത്തെ പരിചയപ്പെടാം. പാട്ടിന്റെ നാട്ടുവഴി. എൻ്റെ പേര് ടോമി ചന്ദനപ്പറമ്പിൽ നിന്നാണ്. കൂനമ്മാവാണ് സ്വദേശം. എനിക്കിവിടെ പറയാൻ പറ്റുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ നേരത്തെ പറഞ്ഞ മാതിരി കൂനമ്മാവ് എന്ന് പറയുന്നത് ഒരു കൊച്ചു ഗ്രാമമാണ്. അതൊരു വത്തിക്കാനാണ്. കൊന്തകളുടെ ഗ്രാമം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട, ലോകത്തിലെ എല്ലാ മേഖലയിൽ ചെന്ന് കഴിഞ്ഞാലും കൊന്ത പോകുന്നത് ഈ കൂനമ്മാവിൽ നിന്നാണ്. മറ്റൊന്ന് പ്രത്യേകം പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ലോകപ്രശസ്തനായ വോളിബോൾ താരം പപ്പൻ കൂനമ്മാവ് സെന്റ് ഫിലോമിനാസ് ഹൈസ്കൂളിലാണ് പഠിച്ചത്. അദ്ദേഹം തൊട്ടടുത്ത് ചെട്ടിപ്പാവം വരാപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ജീവിച്ച് മരണമടഞ്ഞത്. അതുപോലെ തന്നെ തക്കാക്കോ, ഒരു ജപ്പാൻകാരത്തി ഉണ്ടായിരുന്നു, തക്കാക്കോ തോമസ് എന്ന് പറയുന്നത് ചെമ്മീൻ സിനിമ ജപ്പാനിലേക്ക് തർജ്ജമ ചെയ്ത ആ വ്യക്തിത്വത്തിനുടമയാണ്. വളരെ സ്വീകാര്യമായിരുന്നു. കൂനമ്മാവിലെ ജനങ്ങൾക്ക് ഒത്തിരിയേറെ നല്ല കാര്യങ്ങൾ ചെയ്തിരുന്നതായിരുന്നു തക്കാക്കോ. മുൻ ധനകാര്യമന്ത്രി കെ ടി ജോർജ് നമ്മുടെ നാടിനൊരു അഭിമാനമായിരുന്ന ആള് തന്നെയായിരുന്നു. അദ്ദേഹത്തിന് അന്ത്യവിശ്രമം കൊള്ളുന്നതും നമ്മളുടെ ഈ സെന്റ് ഫിലോമിനാസ് ചർച്ച് സെമിത്തേരിയിലാണ്. അതോടൊപ്പം തന്നെ ഈ ഹാസ്യ സാമ്രാട്ട് മാത്തപ്പനാശാൻ എന്ന് പറയുന്നത് ഒത്തിരിയേറെ വർഷങ്ങൾക്ക് മുമ്പ് ഏതാണ്ട് 38ഓളം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഏറ്റവും പ്രധാനമായും ഒത്തിരി നേരമുള്ളത് ജീവിത നൗക എന്ന് പറഞ്ഞ ഒരു സിനിമ, അതിൽ ഒത്തിരിയേറെ കഥാപാത്രങ്ങളുമായിട്ട് അദ്ദേഹം ബന്ധപ്പെട്ട് കിടപ്പുണ്ട്. അതും നമ്മുടെ നാടിന് ഒരു അഭിമാനം തന്നെയാണ്. മദർ ഈശോ 42 വർഷം ജീവിച്ച ഭൂമിയാണ്. കൊന്തഗ്രാമം ഉണ്ടാക്കിയത് തന്നെ മദർ ഈശോയാണ്. ഇന്നിപ്പോ വാഴ്ത്തപ്പെട്ടവളായിട്ട് പ്രഖ്യാപിക്കുമ്പോൾ അത് വലിയൊരു ജീവിത വിശുദ്ധിയിൽ തന്നെ പോകുന്ന നാടിന് വലിയൊരു അനുഗ്രഹമാണ്. ചാവറയച്ചനെ കുറിച്ച് ഞാൻ പറയാതെ തന്നെ ഇന്ന് എല്ലാവർക്കും അറിയാം. ലോകത്തിലെമ്പാടും ചാവറയച്ചൻ അറിയപ്പെടുന്ന വിശുദ്ധനായിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ അവസാന കാലഘട്ടം 7 വർഷക്കാലം കൂനമ്മാവിന്റെ മണ്ണിൽ ഈ സെന്റ് ഫിലോമിനാസിൽ ജീവിച്ച് മരിച്ച വ്യക്തിയാണ്. അതുപോലെ മറ്റൊരു വ്യക്തിത്വമാണ് നമ്മളുടെ കൂനമ്മാവ് സ്കൂളിൽ തന്നെ പഠിച്ചതാണ് മുൻമന്ത്രി ഇബ്രാഹിം കുഞ്ഞ്. കൂനമ്മാവ് സ്കൂളിൽ, നമ്മുടെ ഹൈസ്കൂളിൽ പഠിച്ച വ്യക്തിയാണ്. അങ്ങനെ ഒത്തിരിയേറെ ആളുകൾ, വളരെ അഭിമാനകരമായിട്ടുള്ള നേട്ടങ്ങൾ പ്പെട്ട ആളുകൾ തന്നെയാണ് ഇവരൊക്കെ. ഈ കേരള കത്തോലിക്ക സഭയുടെ ചരിത്രം പറയണമെങ്കിൽ അത് കൂനമ്മാവിന്റെ ചരിത്രം പറയണം. 1659 മുതൽ കൂനമ്മാവിന്റെ മണ്ണ് ഈ കത്തോലിക്ക സഭയുടെ അല്ലെങ്കിൽ വരാപ്പുഴ രൂപതയുടെയൊക്കെ പല സംഭവങ്ങളും ഇവിടെ നിന്ന് ആരംഭിച്ചിട്ടാണ്. ഇപ്പൊ മഞ്ഞുമല പ്രോൺസ് ആണെങ്കിൽ പോലും, ഇപ്പൊ CMC CTC സഭകളാണെങ്കിൽ പോലും, അതുപോലെ സത്യനാഥ കാഹളം, പിന്നെ സെന്റ് ആൽബർട്ട്സ് ഹൈസ്കൂൾ, ഇംഗ്ലീഷ് മീഡിയം സ്കൂളൊക്കെ ഇവിടുന്ന് തന്നെ ആരംഭിച്ച് പോയിട്ടുള്ള സംഭവങ്ങളാണ്. ഈ 1952 കൂനമ്മാവ് ഹൈസ്കൂൾ എന്ന് പറയുന്നത് അന്ന് റവറൻ ഫാദർ ജോസഫ് പള്ളത്തുശ്ശേരി അച്ഛനായിരുന്നു. ആ കാലഘട്ടത്തിൽ ഈ സ്കൂൾ ഡേക്ക് പ്രത്യേകമായിട്ട് ഇവിടെ ചീഫ് ഗസ്റ്റായിട്ട് വന്നിരുന്ന നിരവധി പേരാണ്. വിദ്യാഭ്യാസ മന്ത്രി ശ്രീ പനമ്പിള്ളി ഗോവിന്ദ മേനോൻ, അതുപോലെ തന്നെ ചീഫ് ജസ്റ്റിസ് ഓഫ് കേരള ജോസഫ് വിധേയത്തിൽ, ഡോക്ടർ ജോസഫ് തളിയത്ത് സർജൻ ജനറൽ ഓഫ് തിരുക്കൊച്ചി, ഡോക്ടർ EK മാധവൻ ആരോഗ്യമന്ത്രി. അപ്പൊ അത്രയും പ്രശസ്തി ആർജിച്ച 1952 അത്രയും വലിയൊരു സംഭവങ്ങൾ നമ്മുടെ നാട്ടിലൊക്കെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ പിൻകാലത്ത് അത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ വളർച്ചയ്ക്ക് കാരണഭൂതനായതൊക്കെ കൊണ്ട് ഒരുപാട് മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊന്നാണ് കൂനമ്മാവ് ഗവൺമെന്റ് ആശുപത്രി.
2012 എന്ന് പറഞ്ഞാൽ അത് പൂട്ടിപ്പോകുന്ന ഒരു സാഹചര്യത്തിൽ ആ ഗവൺമെന്റ് ആസ്പത്രി ഇന്ന് PHC ആയിട്ട് തരം താഴ്ത്തിക്കൊണ്ട് ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ നമ്മുടെ നാടിനെ ഒത്തിരി അഭിമാനകരമായിട്ടുള്ള നേട്ടങ്ങൾ, ഒത്തിരിയേറെ ഡോക്ടർമാർ എല്ലാം ഇരുന്നൊരു ഹോസ്പിറ്റലാണത്. അത് വീണ്ടും ഇവിടുത്തെ ജനങ്ങളുടെ ആഗ്രഹം കിടത്തി ചികിത്സ ഇവിടെ ഉണ്ടാകണമെന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. പാട്ടിന്റെ നാട്ടുവഴിയിൽ കൂനമ്മാവിന്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയാനുണ്ട് ഒരു പാട്ടിന് ശേഷം. പാട്ടിന്റെ നാട്ടുവഴിയിൽ കൂനമ്മാവിന്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയാനുണ്ട്. കൂനമ്മാവിനെ രണ്ടായിട്ട് വിഭജിക്കുന്ന തരത്തിലാണ് ഇപ്പൊ നാഷണൽ ഹൈവേ 66ന്റെ വർക്കുകൾ ഇവിടെ നടക്കുന്നത്. പടിഞ്ഞാറെ കൂനമ്മാവ്, കിഴക്കേ കൂനമ്മാവ് എന്നുള്ള തരത്തിൽ 22 അടിയോളം കെട്ടിയുയർത്തി അതിനെ വിഭജിക്കുന്നതിൽ ഈ പ്രദേശത്തുള്ള മുഴുവനായിട്ടുള്ള ആളുകൾക്കും അതിന് ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകളുണ്ട്. അതിനിവിടെ 400 ദിവസത്തിലധികമായിട്ടും ഇവിടെ സമരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ നമ്മള് ഈ സമരത്തെ കുറിച്ച് പറഞ്ഞു, അത് വലിയ രീതിയിൽ ജനശ്രദ്ധ ആകർഷിച്ചൊരു സമരം കൂടിയാണ്. നമ്മളിപ്പോ ഹൈവേയിലൂടെ യാത്ര ചെയ്യുന്നവർക്ക് അറിയാം, അവരുടെയൊക്കെ കണ്ണിലുടക്കിയിട്ടുണ്ട് ആ സമരം. സ്ത്രീകളടക്കം ഒരു നിരവധി പേരാണ് ആ സമരപ്പന്തലിൽ ഉണ്ടായിരുന്നത്. അപ്പോ ഇപ്പൊ നിലവില് ആ സമരമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത്? നമ്മൾ സമരം മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നാടിന്റെ ഒരു ക്രിസ്മസ് ആഘോഷം അതൊക്കെ എങ്ങനെയായിരിക്കും? ഇവിടെ കൂനമ്മാവിലെ ക്രിസ്ത്യൻസ് ആണ് ഏറ്റവും കൂടുതലുള്ളത്. ക്രിസ്ത്യൻസ് ആണെങ്കിൽ പോലും ഈ നാനാജാതി മതസ്ഥരെ എല്ലാ വീടുകളിലും നക്ഷത്രവും അലങ്കാരങ്ങളും ഒക്കെ ഇട്ടിട്ട് ഇവിടെ ക്രിസ്മസ് ആഘോഷം നടത്തുന്ന ജനങ്ങളാണ് ഇവിടെ. അതോടൊപ്പം തന്നെ ഈ ക്രിസ്മസ് കരോൾ എന്ന് പറയുന്നതും എല്ലാവരും കൂടി ചേർന്ന്, അതെന്ന് വെച്ചാൽ ഈ ക്രിസ്ത്യാനികൾ മാത്രം നടത്തുന്ന ഒരു പരിപാടിയായിട്ടല്ല അത് പോകുന്നത്. എല്ലാ മതവിഭാഗം ആളുകളും കൂടി അതിനോട് സഹകരിച്ച് മുന്നോട്ട് പോകുന്നതാണ്. മറ്റൊന്ന് ഏറ്റവും എടുത്ത് പറയേണ്ടത്, ഈ ക്രിസ്മസ് കഴിഞ്ഞു വരുന്ന 26-ാം തീയതി മുതൽ, ഡിസംബർ 26-ാം തീയതി മുതൽ ജനുവരി 3-ാം തീയതി വരെയാണ് ഇവിടെ ഒരു വലിയൊരു തിരുനാൾ, ചാവറ അച്ഛൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂനമ്മാവ് പ്രദേശം ഈ ദിവസങ്ങളിലെല്ലാം വളരെയേറെ ഉത്സവം മാതിരിയുള്ള കാര്യങ്ങളാണ് ഈ ദിവസങ്ങളെല്ലാം ഇവിടെ നടക്കുന്നത്. എല്ലാ വർഷവും, ഇതിപ്പോ 15-ാം വർഷമാണ്, എല്ലാ വർഷവും ക്രിസ്മസിന്റെ തലേ ഞായറാഴ്ച വലിയൊരു അമ്മമാരെ, അതായത് വിധവകളായിട്ടുള്ള അമ്മമാരെ സംഘടിപ്പിച്ചുകൊണ്ട് അത് വലിയൊരു ഉത്സവം മാതിരിയുള്ള പരിപാടികളാണ് നടത്തപ്പെടുന്നത്. എല്ലാവർക്കും കേക്ക് കൊടുത്തുകൊണ്ടാണ്, കേക്ക് മുറിച്ച് ആഘോഷങ്ങൾ പങ്കിടുകയും അതോടൊപ്പം വരുന്ന ഏതാണ്ട് ഒരു 400ഓളം അമ്മമാരുണ്ടാവും, അവർക്ക് കേക്ക് കൊടുത്ത് എല്ലാവർക്കും ഓരോ പാക്കറ്റ് കേക്ക് കൊടുത്ത് അതിൻ്റെ ആഘോഷങ്ങൾ നടത്തും. അവർക്ക് നല്ല ഭക്ഷണങ്ങൾ കൊടുക്കും. അതിനുശേഷം ചെറിയ കലാപരിപാടികളായിട്ടുള്ള പ്രോഗ്രാമുകളൊക്കെ ഉണ്ടാവും. ഇതാണ് ഞങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ഒരാഘോഷം. പാട്ടിന്റെ നാട്ടുവഴിയിൽ കൂനമ്മാവിന്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയാം ഒരു പാട്ടിന് ശേഷം. പാട്ടിന്റെ നാട്ടുവഴി. കൂനമ്മാവിന്റെ ചരിത്ര കഥകളൊക്കെ നമ്മൾ കേട്ടു. സാഹിത്യ, സംഗീത, രാഷ്ട്രീയ രംഗത്തെ കുറേയേറെ പ്രഗത്ഭർക്ക് ജന്മം കൊടുത്ത നാടാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ കൂടുതൽ വിശേഷങ്ങളും നാടിൻ്റെ കലാപാരമ്പര്യമൊക്കെ പറഞ്ഞു തരാൻ ഇപ്പോൾ നമ്മുടെ കൂടെ മറ്റൊരാളുണ്ട്. അദ്ദേഹം ഒരു ഗായകനാണ്, നിരവധി സീരിയലുകൾക്ക് തിരക്കഥ രചിച്ചിട്ടുള്ള ആളാണ്, പുതിയൊരു സിനിമയിൽ തിരക്കഥയുടെ പണിപ്പുരയിലും കൂടിയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ നമുക്ക് അദ്ദേഹത്തെ പരിചയപ്പെടാം. എൻ്റെ പേര് മാത്യൂസ് എന്നാണ്. മാത്യൂസ് കൂനമ്മാവ് എന്നാണ് എൻ്റെ ടൈറ്റിൽ നെയിം. കൂനമ്മാവിൻ്റെ ഹൃദയഭാഗത്ത് തന്നെയാണ്, ഇവിടെ ജനിച്ചു വളർന്ന ആളാണ്. ദൂരെ നിന്നും ദൂരെ ദൂരെ നിന്നും മരുഭൂവിൻ വഴികളിലൂടെ ഒരു കാലിത്തൊഴുത്തു തേടി 3 രാജാക്കന്മാരെത്തി. ദൂരെ നിന്നും ദൂരെ ദൂരെ നിന്നും മരുഭൂവിൻ വഴികളിലൂടെ ഒരു കാലിത്തൊഴുത്തു തേടി 3 രാജാക്കന്മാരെത്തി. വാനം തെളിഞ്ഞു നിന്നു, ദിവ്യതാരം തിളങ്ങി നിന്നു. വാനം തെളിഞ്ഞു നിന്നു, ദിവ്യതാരം തിളങ്ങി നിന്നു. മാലാഖമാരവർ വാനവീഥികളിൽ സ്തുതിഗീതങ്ങൾ പാടി.
മാലാഖമാരവർ വാനവീഥികളിൽ സ്തുതിഗീതങ്ങൾ പാടി. ദൂരെ നിന്നും ദൂരെ ദൂരെ നിന്നും മരുഭൂവിൻ വഴികളിലൂടെ ഒരു കാലിത്തൊഴുത്തു തേടി 3 രാജാക്കന്മാരെത്തി. പാട്ടിന്റെ ഒരു നല്ല ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു സ്ഥലമാണ് കൂനമ്മാവ്. ഈ യേശുദാസിന്റെ അപ്പച്ചന്റെ തറവാട് കൂനമ്മാവിലായിരുന്നു. കൂനമ്മാവിൽ ഒരുപാട് പണ്ട് തുടങ്ങി, ഞാനെല്ലാം ചെറുതായിരിക്കുമ്പോൾ തുടങ്ങി നല്ല രീതിയിൽ പാടുകയും ഈ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ വായിക്കുകയും ക്ലാസിക്കൽ മ്യൂസിക്കിലും ഒക്കെ നല്ല അവകാശമുള്ള ആളുകളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ലോനപ്പൻ ഭാഗവതർ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. ഈ ഭാഗത്തുള്ള കുറേ പേരെ മ്യൂസിക് പഠിപ്പിച്ച. പിന്നെ ആണെങ്കിലും നമ്മുടെ പള്ളികൾ ഈ കൂനമ്മാവ് സെന്റ് ഫിലോമിനാസിലാണെങ്കിലും നല്ല രീതിയിൽ പാട്ടൊക്കെ പഠിപ്പിക്കുന്ന ഒരു അച്ഛൻ വന്നിരുന്നു. അത് റാഫേൽ കട്ടാശ്ശേരി എന്നായിരുന്നു അച്ഛൻ്റെ പേര്. അച്ഛൻ എല്ലാ ഇൻസ്ട്രുമെന്റും വായിക്കും, ഋതം ഒഴിച്ച്. അതായത് വയലിൻ, പിയാനോക്കടിയൻ, കീബോർഡ്, ഗിറ്റാർ, കുറേ സാധനങ്ങൾ ഒരേപോലെ വായിക്കുന്ന ഒരാളായിരുന്നു. അതുപോലെ തന്നെ ക്ലാസിക്കൽ മ്യൂസിക്കിലും നല്ല അറിവുണ്ടായിരുന്നു. എനിക്കൊക്കെ ക്ലാസിക്കൽ മ്യൂസിക്കിൽ എൻ്റെ ബാലപാഠങ്ങളൊക്കെ പറഞ്ഞു തന്നത് ഈ അച്ഛനാണ്. അച്ഛൻ ട്യൂൺ ചെയ്തിട്ടുള്ള ഒരുപാട് പാട്ടുകളുണ്ട്. ഈ ട്രഡീഷണൽ ട്യൂൺസ് അല്ലായിരുന്നു കൂനമ്മാവിൽ പാടിയിരുന്നത്. കൂനമ്മാവിലെ പാട്ടൊന്നും വേറെ ആയിരിക്കും. കാരണം ബാക്കി എല്ലാ പള്ളികളും ഒരേ ട്യൂണായിരിക്കും പാടുക പല കാര്യങ്ങൾക്കും. പക്ഷെ ഇവിടെ മാത്രം എല്ലാത്തിനും ഞങ്ങളുടേതായ ട്യൂൺ ഉണ്ടായിരുന്നു. അത് ഈ അച്ഛനായിരുന്നു. പിന്നെ അച്ഛന് ശേഷം ഇവിടെ ഉണ്ടായിരുന്ന മ്യൂസീഷ്യൻസ് കുറേ പേരുണ്ട്. ഒരു ബാബു കോരമംഗലത്തുണ്ടായിരുന്നു. അദ്ദേഹം ഒരുപാട് പാട്ടുകൾ എഴുതി സെന്റ് ഫിലോമിനാസ് ചർച്ച് കൊയറിന്റെ ബേസിൽ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാളിന്തി കാളിന്തി കണ്ണന്റെ പ്രിയ സഖി കാളിന്തി രാസവിലാസവതീരാഗിണി രാധയെ പോലെ നീ ഭാഗ്യവതി കാളിന്തി കാളിന്തി. ഗോപാംഗനകൾ തൻ ഹേമാംഗരാഗങ്ങൾ ആപാദച്ചൂടമണിഞ്ഞാലും ഗോപാംഗനകൾ തൻ ഹേമാംഗരാഗങ്ങൾ ആപാദച്ചൂടമണിഞ്ഞാലും നിന്നല കൈകളിൽ വീണമർന്നാലേ കണ്ണനു നിർവൃത്തിയാകൂ കണ്ണനു നിർവൃത്തിയാകൂ. കാളിന്തി കാളിന്തി കണ്ണന്റെ പ്രിയ സഖി കാളിന്തി രാസവിലാസവതീരാഗിണി രാധയെ പോലെ നീ ഭാഗ്യവതി. ഞാൻ സത്യം പറഞ്ഞാൽ ഈ നാടകവും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എഴുതി തുടങ്ങിയത് ഒരാളെ ശരിക്കും പേടിച്ചിട്ടാണെന്ന് പറഞ്ഞാൽ അതൊരു രസകരമായ സംഗതിയാണ്. കാരണം ഇവിടെ കൂനമ്മാവിലെ ഒരു സംവിധായകനുണ്ട്, വേണു കൂനമ്മാവ് എന്ന് പറയും. പുള്ളി ആലുവായ വനികയിലൊക്കെ അന്ന് വർക്ക് ചെയ്തിരുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് അങ്ങനെ ഞങ്ങൾ ഒരു നാടകമായിട്ട് ബന്ധപ്പെട്ട് പരിചയപ്പെടുകയും അന്ന് നാടകത്തിന് പിന്നിൽ നിന്ന് പാടണ പരിപാടിയാണ് എനിക്ക്. അങ്ങനെ പരിചയപ്പെടുകയൊക്കെ ചെയ്തിട്ട് പിന്നെ ഞങ്ങളിങ്ങനെ ഒഴിവ് സമയങ്ങളിലൊക്കെ ഇരിക്കുമ്പോൾ ചില നാടകത്തിൻ്റെ കഥകളൊക്കെ ഞാനിങ്ങനെ പറയും, എനിക്ക് മനസ്സിൽ തോന്നുന്നത്. അപ്പോൾ അന്ന് തുടങ്ങി പുള്ളി എന്നോട് എഴുതാനിങ്ങനെ നിർബന്ധിക്കുന്നു പറഞ്ഞാൽ അത് വെറും നിർബന്ധമല്ല. ഒരു പ്രാവശ്യം പറഞ്ഞ് പിന്നെ അടുത്ത പ്രാവശ്യം കാണുമ്പോൾ ആദ്യം ചോദിക്കുന്നത് എഴുതി തുടങ്ങിയെന്നാണ്. ശരിക്കും പറഞ്ഞ് എന്തെങ്കിലും എഴുതിയിട്ടല്ലാണ്ട് അങ്ങോട്ട് ചെല്ലാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തി. അങ്ങനെ എഴുതി തുടങ്ങിയിട്ടുണ്ട് പല കാര്യങ്ങളും. ആദ്യത്തെ ഈ കൂനമ്മാവരൊക്കെ ചെയ്ത എല്ലാ നാടകങ്ങളും ഡയറക്റ്റ് ചെയ്ത് അദ്ദേഹമാണ്. പള്ളിയായിട്ട് അസോസിയേറ്റ് ചെയ്ത് നടക്കുന്ന കലാപരിപാടികൾ, പ്രത്യേകതകളോ ആഘോഷങ്ങളൊക്കെ ഉണ്ടോ? ഉണ്ട്. ഇപ്പൊ റീസെന്റ് ആയിട്ട് കൂനമ്മാവ് പള്ളിയിൽ ഒരു ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ വരുന്നുണ്ട്. അത് 24-ാം തീയതി പാതിരാ കുർബാനയ്ക്ക് ശേഷം അരമണിക്കൂർ ദൈർഘ്യമുള്ള ഒരു പ്രോഗ്രാം ആയിരിക്കും. അതിലൊരു 100-150 ആളുകൾ പങ്കെടുക്കുന്ന വലിയ ഷോയാണ്. അതിന്റെ തയ്യാറെടുപ്പിലാണ് കൂനമ്മാവ് പള്ളി. പിന്നെ അവിടെ നക്ഷത്ര മത്സരങ്ങൾ, അങ്ങനെ ഡെക്കറേഷൻ, അങ്ങനെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് നടത്താറുള്ളതാണ്. നല്ല ഒരു പങ്കാളിത്തമുള്ള ഒരു പള്ളിയാണ് കൂനമ്മാവ്. ഈ കൂനമ്മാവ് പള്ളിയുടെ സെന്റ് ഫിലോമിനാസ് ചർച്ചിന്റെ ഒരു പ്രത്യേകതകളും ഒരു ചരിത്ര പ്രാധാന്യം ഒക്കെ എങ്ങനെയാണ്? പള്ളിക്ക് എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ 200 വർഷം അടുത്ത് പഴക്കമുള്ളതാണ്. ഒരു 67-ലോ മറ്റോ പഴയ പള്ളി കത്തിപ്പോയിട്ട് രണ്ടാമത് പുതുക്കി പണിത പള്ളിയാണ് ഇപ്പോൾ ഉള്ളത്. ആ പള്ളിയിൽ ആണ് ഈ ചവറേച്ചൻ
ഇവിടെ ഉണ്ടായിരുന്നതും 7 വർഷം പള്ളിക്കൊരു പള്ളിക്കൂടം എന്ന പദ്ധതി ഏറ്റവും കൂടുതൽ പ്രാബല്യത്തിൽ വരുത്തിയത് ചാവറച്ചനാണ്. അദ്ദേഹത്തിന്റെ ആ 7 വർഷം കൂനമ്മാവിൽ നിന്നുള്ളെങ്കിലും ഒരുപാട് 70 കാര്യങ്ങൾ ചെയ്തെന്ന് പറഞ്ഞ പോലെ ഒരു മായാത്ത മുദ്ര പതിപ്പിച്ച് പോയ ഒരു മഹാനായ വിശുദ്ധനാണ്. ചാവറച്ചനെ കൂട്ടാതെ കൂനമ്മാവ് വായിക്കാൻ പറ്റില്ല. അതാണ് കൂനമ്മാവിന്റെ ചരിത്രം. ഈ കൂനമ്മാവ് എന്ന പേരിന് പിന്നിൽ എന്തെങ്കിലും കഥകളോ ഐതിഹ്യങ്ങളോ പ്രത്യേകതകളോ ഉണ്ടോ? ആ കൂനമ്മാവുന്ന പേര് പറഞ്ഞു വരുന്നത് ടിപ്പുവിന്റെ പടയോട്ടക്കാലത്ത് ഇതില് വടക്കോട്ട് പോയപ്പോ ഇവിടെ ഒരു സ്ഥലത്ത് വിശ്രമിച്ച് അവര് വീണ്ടും യാത്ര തുടങ്ങി കുറച്ചു ദൂരം ചെന്നപ്പോഴാണ് ഒരു വിശേഷപ്പെട്ട വാള് എടുക്കാൻ മറന്നെന്നുള്ളത് മനസ്സിലാക്കുന്നത്. അപ്പൊ അങ്ങനെ അതിന് തിരിച്ചു പോകുന്ന ഇത് തേടി തിരിച്ചു പോകുന്ന ഈ ഭടന്മാർക്ക് പറഞ്ഞു കൊടുത്ത അടയാളം ഒരു കൂനുള്ള മാവ് നിൽക്കുന്നുണ്ട്, അതിന്റെ അടുത്ത് ഇത് ഈ വാള് വെച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞു കൊടുത്തത്. അങ്ങനെ വന്ന് കൂനമ്മാവായി എന്നാണ് പറഞ്ഞു വരുന്നത്. അത് ശരിയായിരിക്കാം. ഒരു വാമൊഴി കഥ. അതെ. കൂനമ്മാവ് ഒരു കൊന്തയുടെ ഗ്രാമമാണ്. ചാവറച്ചനാണ് കൊന്ത നിർമ്മിക്കുന്ന ഈ മെത്തേഡ് പറഞ്ഞു കൊടുത്തത്. അത് ഈ ഏലീശാമ്മയുടെ മഠത്തില് അവര് 2 സ്ത്രീകൾ ആരംഭിച്ച ഒരു മഠമായിരുന്നു ഏലീശാമ്മയുടെ ഈ കോൺവെന്റ്. ഈ CTC കോൺവെന്റ് തുടങ്ങിയത് ഇവിടെയാണ്, കൂനമ്മാവിലാണ്. അപ്പോൾ അവർക്ക് വേണ്ടി ഒരു ജോലി എന്നുള്ള നിലയ്ക്കാണ് ഈ കൊന്ത നിർമ്മാണം പഠിപ്പിച്ചു കൊടുത്തത്. അന്നെല്ലാം ഈ കമ്പി, ചീനവള്ളിക്കമ്പി എന്നാണ് പറയുന്നത്, ആ കമ്പി വെച്ചിട്ട് മുത്തുകൾ, ഈ ചില ചെടിയുമൊക്കെ ഉണ്ടാകുന്ന ചില വിത്തുകളുണ്ട്, പൊട്ടാത്ത വിത്തുകൾ, അത് ഉണക്കി എടുത്തിട്ട് അതിന് ഹോൾ ചെയ്തിട്ട് അങ്ങനെയൊക്കെ പറ്റുള്ളൂ. മുത്തുകളൊന്നും വരുന്നില്ല അന്നൊന്നും, അങ്ങനെ മുത്ത് കിട്ടാൻ സാധ്യതയില്ല. എൻ്റെ ഓർമ്മയിൽ ഒരാള് ചിരട്ട കൊണ്ട് ഉരുട്ടി മുത്താക്കി കൊണ്ടുവരുന്ന ആളുണ്ടായിരുന്നു. ഇപ്പൊ പറഞ്ഞ വിശ്വസിക്കുക, അതെല്ലാം കൈ കൊണ്ട് ചെയ്യണ പണിയാണ്. ചിരട്ട പൊട്ടിച്ച് അതെങ്ങനെ ചെയ്യണമെന്ന് അറിയില്ല. നല്ല ഭംഗിയാണ് ആ മുത്ത് കാണാൻ. അത് കുറച്ചേ ഉണ്ടാവുള്ളൂ, കുറേ നാൾ കൊണ്ട് കുറച്ച് മുത്തുണ്ടാക്കി കൊണ്ടുവരും, അങ്ങനെ പോകുന്നത്. അങ്ങനെ ഇരിക്കുമ്പോ ഈ അപ്പച്ചൻ ശരിക്കും പറഞ്ഞ നല്ല ഒരു ഐഡിയ ഉള്ള ആളായിരുന്നു. എന്റെ പുള്ളി അപ്പൊ അന്നെന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഈ മെഡൽസ് ഒക്കെ ഇല്ലേ, മെഡൽസ്, ചെറിയ ലോക്കറ്റ്സ് ഒക്കെ ഇല്ലേ, അതൊന്നും കിട്ടൂല, ഇവിടെ ഒന്നും ഉണ്ടാക്കുന്നില്ല. അപ്പൊ അങ്ങനത്തെ മെഡൽസ് എല്ലാം ആവശ്യമാണ് ഈ കൊന്ത നിർമ്മാണത്തിന്. ഡൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിന്റെ ഒരു ജോലിയും ഇവിടെ ആർക്കും അറിഞ്ഞൂടാ. ഈ ഡൈ എങ്ങനെ മേക്ക് ചെയ്യാന്നുള്ളത് പഠിച്ചിരിക്കണമല്ലോ. അന്നൊന്നും അങ്ങനെ ടെക്നോളജി ഒന്നും ഇല്ല. അങ്ങനെ വന്നപ്പോ തഞ്ചാവൂർ പോയി അവിടെ ഒരു 5-6 മാസം താമസിച്ച് അതിന്റെ ടെക്നോളജി പഠിച്ചു വന്നിട്ട് ഇവിടെയുള്ള കൊല്ലപ്പണി ചെയ്യുന്ന ആളുണ്ട്, അവരെ പഠിപ്പിച്ചത്. അങ്ങനെയാണ് കാശിരൂപ നിർമ്മാണം ഇവിടെ കയറി വരുന്നത്. പിന്നെ കൊന്തയിൽ തന്നെ ഒരുപാട് വേർഷൻസ് മാറി മാറി വന്നു. പാട്ടിന്റെ നാട്ടുവഴിയിൽ കൂനമ്മാവിന്റെ ചരിത്ര കഥകളാണ് ഇത്ര നേരം നമ്മൾ കേട്ടത്. കൂടുതൽ വിശേഷങ്ങൾ കേൾക്കാം ഒരു പാട്ടിന് ശേഷം. കൊന്ത ഗ്രാമത്തിൽ വന്നിട്ട് കൊന്ത നിർമ്മാണത്തിന്റെ വിശേഷങ്ങൾ കേൾക്കാതെ പോകുന്നത് എങ്ങനെയാണ് അല്ലേ? അത് നമുക്ക് പറഞ്ഞു തരാൻ വർഷങ്ങളായി കൊന്ത നിർമ്മാണ രംഗത്ത് ഒരു യൂണിറ്റ് പോലെ പ്രവർത്തിപ്പിക്കുന്ന ഒരാൾ നമ്മുടെ കൂടെയുണ്ട്. മാത്യൂസ് കൂനമ്മാവിന്റെ പ്രിയ പത്നിയാണ്, ഷിൽമ ചേച്ചിയാണ് ഇപ്പോൾ നമ്മുടെ കൂടെയുള്ളത്. ശരിക്കും കൂനമ്മാവിനെ പറയുന്നത് കൊന്തഗ്രാമം എന്നാണല്ലോ. കൊന്തഗ്രാമം ആണെന്ന് പറയുമ്പോൾ ആ കൊന്ത കെട്ടുന്നതാണെങ്കിലോ ബഹുഭൂരിപക്ഷം സ്ത്രീകൾ. അതൊക്കെ കണ്ടിട്ടുണ്ട്. ഇവിടെ തന്നെ ഞാനിവിടെ കല്യാണം കഴിച്ചു വന്നതിന് ശേഷം ഇവിടെ കൊന്തകെട്ടുണ്ടായിരുന്നു, കുരിശിന്റെ പണി ഉണ്ടായിരുന്നു, വർക്ക്ഷോപ്പ് ഉണ്ട്. അപ്പൊ അമ്മയാണ് എനിക്ക് ആദ്യമായിട്ട് കൊന്ത കെട്ടാനായിട്ട് പഠിപ്പിച്ചത്. ഇവിടെ മാത്യുസേട്ടൻ്റെ അമ്മയാണ് കൊന്ത കെട്ടാൻ പഠിപ്പിച്ചത്. അന്നേരം കമ്പിക്കെട്ടാണ് കെട്ടാൻ പഠിച്ചത്. അതിനുശേഷമാണ് ചരട് കൊന്ത കെട്ടാനായിട്ട് പഠിച്ചത്. അമ്മയൊക്കെ കെട്ടുന്നതും പിന്നെ അമ്മയുടെ അനിയത്തി കോട്ടുള്ളിക്കാരി, അമ്മയുടെ അനിയത്തി ഇപ്പോഴും ചെയ്യുന്നുണ്ട്. എല്ലാവരും ഒരു ജോലി കഴിഞ്ഞാൽ അല്പസമയം കിട്ടുമ്പോൾ ഇത് ചെയ്യാൻ ഇഷ്ടപ്പെടും. നമ്മളിത് കയ്യിലെടുത്ത് തുടങ്ങിയാൽ പിന്നെ അതൊരു പ്രാർത്ഥനയും കൂടിയാണ് നമുക്ക് ഇത് ചെയ്യുന്നത്. അപ്പോൾ അതും എല്ലാവരും വളരെ ഇഷ്ടത്തോടെ ചെയ്യണ കുനുമാവുകാർ സ്ത്രീകളെല്ലാവരും ചെയ്യുന്ന ഒരു തൊഴിലാണ്. എങ്ങനെ കണ്ടപ്പോഴൊക്കെ എങ്ങനെ തോന്നി ആദ്യമായിട്ട് ഇത് ചെയ്തപ്പോഴൊക്കെ ഉള്ളൊരു? അത് നമുക്ക് മനസ്സുണ്ടാ ചെയ്യാൻ പറ്റും. നല്ല എക്സ്പീരിയൻസ് തന്നെ, നല്ലതാണ്. ഇപ്പൊ ഈ നാടിന്റെ ഒരു മാറ്റം പറയാനുണ്ടോ? കാരണം ഇപ്പൊ ഹൈവേ ഒക്കെ വരികയല്ലേ, നാട് ഭയങ്കരമായിട്ട്. അപ്പം നമ്മള് നടന്നു വന്ന വഴികളെല്ലാം മാറിപ്പോയി. ഇപ്പൊ നമ്മൾ ജനിച്ച കാലം തൊട്ട് ഇവിടെ കോൺവെന്റ് സ്കൂളിലാണ് പഠിച്ചിരുന്നത്, സിസ്റ്റേഴ്സിന്റെ.
അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു നടപ്പാണ് കൂട്ടുകാരുടെ കൂടെ. ഇപ്പോൾ ആ വഴികളെല്ലാം പോയി, എല്ലാം അടഞ്ഞു പോയി. ഇനിയിപ്പോൾ നാഷണൽ ഹൈവേ വരുമ്പോൾ നമുക്ക് ഈ കുനുമാവിൽ വന്നിറങ്ങിയാൽ എവിടോട്ട് പോകണം, നമ്മുടെ വീടെത്താൻ എന്നുള്ള ശ്രദ്ധിച്ചിരുന്നില്ലെങ്കിൽ ബസ്സിലൊക്കെ യാത്ര ചെയ്ത് വരുമ്പോഴത്തേനും നമുക്ക് ഡൗട്ടായി പോകും നമ്മൾ വീട് എവിടെ ഇറങ്ങണം, എങ്ങോട്ട് പോകണം എന്നുള്ളത്. ഭയങ്കരമായിട്ട് വ്യത്യാസം വരെയാണ്. ഇപ്പം ഇവിടെ നമ്മൾ സമരമൊക്കെ ചെയ്തിട്ട് നമ്മളിവിടെ ഒരു ഹൈവേയിലൂടെ അടിപ്പാത വരണം, ചെമ്മായം കുനമാവിലോട്ട് അങ്ങനെ പോകാനായിട്ട്. കപ്പേള നമുക്ക് നേരെ തന്നെയാണല്ലോ, അപ്പം അങ്ങോട്ടുള്ള ഒരു വഴി തുറന്നു കിട്ടിയേക്കുന്നത്. അത് ഉറപ്പായിട്ട് നമുക്ക് കിട്ടും. നമ്മൾ ഒരു 320 ദിവസം സമരത്തിനിരുന്ന് നേടിയെടുത്തത് തന്നെയാണ്. ചേച്ചി ഇരുന്നിട്ടുണ്ടോ? സമരത്തിന് എല്ലാ ദിവസവും നമ്മൾ ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഒരു 7 മണി 7:30 ആകുമ്പോൾ നമ്മൾ കുടുംബം അടച്ച് ഇറങ്ങിയാണ് സമരത്തിന് വേണ്ടിയിട്ട്. 7 മണി തുടങ്ങി 8:30 വരെ എല്ലാ ദിവസവും നിരന്തരം ഇപ്പോഴും സമരം കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. നമുക്ക് പള്ളിയുടെ ഫ്രണ്ടിൽ ഇത്രയും സ്കൂളും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടിട്ട് നമുക്ക് ഇങ്ങനെ അടഞ്ഞു പോകുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. പണികളൊക്കെ നടന്നു വരുന്നത് നമ്മൾ നിരന്തരം ന്യൂസിൽ കാണുന്നുണ്ട്, എന്താണ് സംഭവിക്കണേ എന്നുള്ളത്. അപ്പം ആ ബുദ്ധിമുട്ട് നമുക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടും കൂടി നമ്മൾ മുൻകരുതൽ എന്നോണം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴും സമരം. ഒരു അടിപ്പാതയും കൂടി നമുക്ക് പള്ളിയുടെ ഫ്രണ്ടിൽ ആവശ്യമുണ്ട്, സെൻറ്റ് ഫിലോമിനാസ് ചർച്ചിൻ്റെ. ഇത്രയും ഫേമസ് ആയിട്ടുള്ള ദേവാലയമാണല്ല. അപ്പം അത് മുഴുവനും അടച്ചു കെട്ടി 2 ഭാഗമായി പിരിഞ്ഞു പോകരുത് കുനമാവ്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ കുട്ടികൾക്ക് സുഗമമായിട്ട് അവിടെ പഠിക്കാൻ വരണം. അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ അത് സമരം നിരന്തരം ചെയ്തുകൊണ്ടിരിക്കണം. ഇന്ന് 401ാമത്തെ ദിവസമാണ് സമരത്തിൻ്റെ. അപ്പോൾ പാട്ടിന്റെ നാട്ടുവഴിയിൽ ഇന്ന് നമ്മൾ കേട്ടത് എറണാകുളം ജില്ലയിൽ വരാപ്പുഴയോട് ചേർന്ന് കിടക്കുന്ന കൂനമ്മാവ് എന്ന കൊച്ചു ഗ്രാമത്തിന്റെ വിശേഷങ്ങളാണ്. അവിടുത്തെ ചരിത്ര കഥകളും കൊന്ത നിർമ്മാണ വിശേഷങ്ങളും പ്രഗത്ഭരായ വ്യക്തികളെയും ആഘോഷങ്ങളെയും ഒക്കെ കേട്ടു അറിഞ്ഞു. ഇനി അടുത്ത ആഴ്ച മറ്റൊരു നാടിന്റെ വിശേഷങ്ങളുമായി നമുക്ക് ഒത്തുകൂടാം. പാട്ടിന്റെ നാട്ടുവഴിയിൽ ഇതുവരെ നിങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ ഹസീന. നിർവഹണം റിയ. പാട്ടിന്റെ നാട്ടുവഴി, പാട്ടിന്റെ നാട്ടുവഴി, പാട്ടിന്റെ നാട്ടുവഴി. നാടിൻ വിശേഷങ്ങൾ നേരിട്ടറിയാം, 4-5 പാട്ട് കേൾക്കാം ഈ പാട്ടിന്റെ നാട്ടുവഴി.